സഹപാഠികളുടെ ക്രൂര വിനോദം 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൊണ്ട് ചെന്നെത്തിച്ചത് ആശുപത്രി കിടക്കയിലാണ്. തൃക്കാക്കര തേങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. സഹപാഠികളായ വിദ്യാർത്ഥിനികൾ നായ്ക്കുരണ പൊടി ദേഹത്ത് വിതറിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവം നടന്നിട്ട് നാളിതുവരെയായിട്ടും പ്രശ്നങ്ങളെല്ലാം മറച്ചുവെക്കാനും കുറ്റക്കാരെ സംരക്ഷിക്കാനുമാണ് സ്കൂൾ അധികൃതരും പോലീസും ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് മാറി വന്നപ്പോൾ മുതൽ പെൺകുട്ടിക്ക് നേരെ ചെറിയ തോതിലുള്ള റാഗിങ്ങും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ അത് അതിരുവിട്ടത് ഈ മാസം 3-നാണ്. അന്നാണ് പെൺകുട്ടിയെ സഹപാഠികളായ മറ്റു പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നത്. 3-ാം തീയതി IT പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് എത്തിയ പെൺകുട്ടിയുടെ ദേഹത്ത് സഹപാഠികൾ നായ്ക്കുരണ ചെടിയുടെ പൊടി ഇടുകയായിരുന്നു. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞതോടെ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. തുടർന്ന് സഹപാഠികൾ തന്നെയാണ് ദേഹത്ത് വീണ പൊടി കഴുകിക്കളയാൻ പെൺകുട്ടിയോട് പറയുന്നത്. തുടർന്ന് സ്കൂൾ ടോയ്ലറ്റിലെത്തി ദേഹവും വസ്ത്രങ്ങളും കഴുകി. ഇതിനിടെ നായ്ക്കുരണക്കായുടെ പുറത്തുള്ള പൊടി സ്വകാര്യ ഭാഗങ്ങളിലടക്കം ദേഹമാകെ പുരണ്ടിരുന്നു. ഏറെ നേരത്തിന് ശേഷമാണ് സംഭവം അധ്യാപകരിൽ ഒരാൾ അറിയുന്നത്. പിന്നാലെ കുട്ടിയുടെ അമ്മയെ വിവരം അറിയിച്ചു. തുടർന്ന് അമ്മ മറ്റൊരു വസ്ത്രവുമായി സ്കൂളിലെത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ പോയെങ്കിലും അസ്വസ്ഥത കൂടി വന്നു. ഇതോടെ കുട്ടിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തുകയും മരുന്ന് നൽകുകയും ചെയ്തു. കടുത്ത വേദന ഉണ്ടായിരുന്നപ്പോഴും SSLC പരീക്ഷ ചൂണ്ടിക്കാട്ടി സ്കൂളിൽ പോകാനും കുട്ടി നിർബന്ധിതയായിരുന്നു. ഈ സമയങ്ങളിൽ ഒന്നും കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അധ്യാപകരോ PT അംഗങ്ങളോ അന്വേഷിച്ചിട്ടില്ല. 12-ാം തീയതി ആയതോടെ കുട്ടിക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. തുടർന്ന് ചില സാമൂഹിക പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. തുടക്കത്തിൽ പോലീസിൽ പരാതിപ്പെടാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഫെബ്രുവരി 17-ന് പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പരാതിയിൽ കാര്യമായ നടപടി സ്വീകരിക്കാൻ തുടക്കത്തിൽ പോലീസും മടിച്ചതായി പറയപ്പെടുന്നു. കുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകി. ഇതിനിടെ അധ്യാപകർ 5000 രൂപയും PT 7500 രൂപയും ആശുപത്രി ചിലവിനത്തിൽ നൽകി. അതേസമയം കുട്ടിക്ക് ഹാജർ കുറവാണെന്ന് പറഞ്ഞ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദവും കുട്ടിക്ക് നേരിടേണ്ടി വന്നു. കടുത്ത ശാരീരിക അസ്വസ്ഥതകൾക്കൊപ്പം സ്കൂളിലെ പ്രശ്നങ്ങൾ കൂടിയായപ്പോൾ ഇത് കുട്ടിയെ മാനസികമായും ബാധിച്ചിരുന്നു. തുടർന്ന് കൗൺസിലിംഗ് അടക്കം നടത്തിയാണ് കുട്ടിയെ സാധാരണ നിലയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം കുട്ടിക്ക് മോഡൽ പരീക്ഷകൾ ഒന്നും തന്നെ എഴുതാനായിട്ടില്ല. അതേസമയം തിങ്കളാഴ്ച SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം വേണ്ട വിധത്തിൽ പാഠഭാഗങ്ങൾ കവർ ചെയ്യാനായിട്ടില്ലെന്ന് വിദ്യാർത്ഥിനിയും പറയുന്നുണ്ട്. വിഷയം കഴിഞ്ഞ ദിവസം തൃക്കാക്കര നഗരസഭ കൗൺസിൽ യോഗത്തിലും ചർച്ച ചെയ്തിരുന്നു.